ദൈവനാമത്തിന് മഹത്വം. വീണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് സന്തോഷത്തോടെ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഫ്രീക്വൻ്റ്ലി അല്ലെങ്കിൽ അടുത്തടുത്ത് ദൈവവചനം ശുശ്രൂഷിക്കുന്നത് നല്ല കാര്യമാണ്. ദൈവവചനത്തിൻ്റെ അരികെ നമുക്ക് ഇരിക്കുവാൻ സാധിക്കും. ദൈവം നമ്മളോട് സംസാരിക്കും. ആ ഒരു വ്യക്തിപരമായ കാര്യത്തിൽ നല്ലതാണ്. എന്നാൽ പലപ്പോഴും കുറച്ചുകൂടെ ആഴത്തിൽ കാര്യങ്ങൾ പഠിക്കുവാനും കുറച്ചുകൂടി സമയം നല്ലതാണ്. എല്ലാം ദൈവമാണ് ക്രമീകരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഞാൻ വ്യക്തിപരമായിട്ട് രാവിലെ 1-2 വാക്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് സദൃശ്യവാക്യങ്ങളിൽ നിന്നാണ്, പ്രൊവേർബ്സ്. അപ്പോൾ എന്നെ ചിന്തിപ്പിച്ച, എൻ്റെ ഹൃദയത്തെ തൊട്ട ഒരു വാക്യം മാത്രം അല്പമായിട്ട് ഒന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൽ നിന്ന് ദൈവാത്മാവ് നൽകുന്ന ചിന്തകൾ നമുക്ക് ഒന്നിച്ച് ചേർന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 10-ാം അധ്യായം, അതിൻ്റെ 22-ാം വാക്യം, പ്രൊവേർബ്സ് ചാപ്റ്റർ 10 ആൻഡ് വേഴ്സ് 22. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ദ ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ് ദാറ്റ് മേക്സ് റിച്ച് ആൻഡ് ഹീ ആഡ്സ് നോ സോറോ ടു ഇറ്റ്. മലയാളത്തിൽ നമുക്ക് വായിക്കാം. എന്നാൽ ആ ഒരു തർജ്ജിമയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നാം വായിക്കുന്ന മറ്റ് പല ഭാഷകളിലും അതിൻ്റെ എബ്രായ ഭാഷയിലും നാം ചിന്തിക്കുമ്പോൾ ഈ ഇംഗ്ലീഷിൽ വായിച്ച ആ ഒരു അർത്ഥമാണ് അത് ഊന്നൽ കൊടുത്ത് പറയുന്നത്. 2-ാം ഭാഗം പ്രത്യേകിച്ചും യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അത് കഴിഞ്ഞ് അവൻ അതിനോട് ദുഃഖം ഒന്നും ചേർക്കുന്നില്ല, അല്ലെങ്കിൽ അതിനകത്ത് തിന്മ ഒന്നും ചേർക്കുന്നില്ല എന്നുള്ള അർത്ഥമാണ് നമുക്ക് അതിൻ്റെ മൂലഭാഷയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഹി ആഡ്സ് നോ സോറോ ടു ഇറ്റ്. അപ്പോൾ ഒരു ചോദ്യം ഇതാണ്: ഈ അനുഗ്രഹം പ്രാപിപ്പാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലോ. വി ഓൾ ലൈക്ക് ടു ബി ബ്ലെസ്ഡ്. അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ, അനുഗ്രഹങ്ങൾ കുറച്ചുകൂടി മനസ്സിലാവുന്ന ഭാഷയിൽ ചിന്തിച്ചാൽ നന്മകൾ പ്രാപിപ്പാൻ നമുക്ക് വളരെ സന്തോഷമാണ്, എല്ലാവർക്കും സന്തോഷമാണ്. അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അനുഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടുന്ന ശുശ്രൂഷകൾ, പ്രാർത്ഥനകൾ നമുക്ക് വളരെ നല്ലതാണ്, ഇഷ്ടമാണ്. ആ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇവിടെ നാം വായിക്കുന്നത് ഒരു പ്രത്യേകതരം അനുഗ്രഹമാണ്. ഇവിടെ വായിക്കുന്നത് യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അവൻ അതിനോട്. അവിടെ വായിക്കുന്നത് നമ്മുടെ മനുഷ്യന്റെ അധ്വാനത്തെക്കുറിച്ചാണ് മലയാളത്തിൽ തർജ്ജിമ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ നാം വായിച്ചു ഹി ആഡ്സ് നോ സോറോ ടു ഇറ്റ്. ദൈവം അനുഗ്രഹിക്കുമ്പോൾ അതിനോട് ഒരിക്കലും, ആ അനുഗ്രഹത്തിനോട് ചേർന്ന് കർത്താവ് ദുഃഖം ഒരിക്കലും ആഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചേർക്കുന്നില്ല. അങ്ങനത്തെ ഒരു അനുഗ്രഹമല്ല കർത്താവ് നമുക്ക് നൽകുന്നത്. അതിനെക്കുറിച്ചാണ് അല്പമായിട്ട് നമുക്ക് ചിന്തിക്കുവാനുള്ളത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂലഭാഷയിൽ ഈ ഒരു വാക്യം നാം വായിക്കുമ്പോൾ ഓരോ വാക്കിനും അർത്ഥമുണ്ട്. നാം ഈ വായിച്ച വാക്യങ്ങളിൽ ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ബ്ലെസ്സിങ്, അനുഗ്രഹത്തിന് അർത്ഥമുണ്ട്. യഹോവയ്ക്ക് അർത്ഥമുണ്ട്. റിച്ച് അല്ലെങ്കിൽ സമ്പത്തുണ്ടാക്കുന്ന വിഷയത്തിൽ അർത്ഥമുണ്ട്. ആഡ്സ്, അതിനോട് വർദ്ധിപ്പിക്കുന്ന, ചേർക്കുന്ന വിഷയത്തിന് അർത്ഥമുണ്ട്. നോ സോറോ, ഒരു ദുഃഖവും അല്ലെങ്കിൽ ഒരു തിന്മയും അതിനോട് ചേർക്കുന്നില്ല, അതിനർത്ഥമുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾക്ക് ഓരോ വാക്കിനും ആ ഒരു എബ്രായ ഭാഷയിൽ വളരെ ആഴമായിട്ടുള്ള അർത്ഥമുണ്ട്. അത് അല്പമായിട്ട് നമുക്കൊന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോകാം. ആദ്യത്തെ വാക്ക് നാം അവിടെ കാണുന്നത് ഈസ് ബ്ലെസ്സിങ്, അനുഗ്രഹം എന്നുള്ളൊരു വിഷയം. എബ്രായ ഭാഷയിൽ ബ്ലെസ്സിങ് അല്ലെങ്കിൽ പ്രോസ്പെറിറ്റി എന്നുള്ളൊരു വാക്ക് ബറഖ എന്നൊരു വാക്കാണ്. അതിന്റെ പ്രൊനൗൺസിയേഷൻ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് വരത്തില്ല. എന്നാൽ ആ ബറഖ എന്നൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ അനുഗ്രഹം എന്ന് പറയുന്നത് എബ്രായ ഭാഷയിൽ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം വളരെ പ്രത്യേകമായിട്ടുള്ള അർത്ഥമാണ്. അവിടെ അത് എംഫസൈസ് ചെയ്യുന്നത് അത് സോഴ്സ് ഓഫ് ബ്ലെസ്സിങ് ആണ്. അതിന്റെ അർത്ഥം ഒരു അനുഗ്രഹത്തിന്റെ ഉദ്ഭവം അല്ലെങ്കിൽ സ്രോതസ്സാണ് ആ ഒരു വാക്കിന്റെ അർത്ഥം. ആ ബർഖ എന്ന അർത്ഥം പറയുമ്പോൾ യഹോവയുടെ അനുഗ്രഹം എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ ഉറവിടം, സോഴ്സ് എപ്പോഴും യഹോവയാണ്. നമുക്ക് എന്ത് മനസ്സിലാക്കുവാൻ സാധിക്കും? നാം ഈ ലോകത്തിൽ വ്യത്യസ്തമായ അനുഗ്രഹങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അനുഭവിക്കുകയും ചെയ്യുന്നു. എന്നാൽ ശരിയായ നിലയിൽ സത്യസന്ധമായിട്ടുള്ള അനുഗ്രഹം, അതിന്റെ സ്രോതസ് യഹോവ മാത്രമാണ്. ദർ ഈസ് ഓൺലി വൺ ട്രൂ സോഴ്സ് ഓഫ് ബ്ലെസ്സിങ്.
അപ്പോ ഈ ബറക്ക എന്നൊരു വാക്കിന്റെ അർത്ഥം എന്ന് വെച്ചാൽ സോഴ്സ് ഓഫ് ബ്ലെസ്സിങ് എന്നാണ്. അതിന്റെ ഉദ്ഭവം അവിടെ നിന്നാണ്, ഒരു അനുഗ്രഹം എന്നല്ല. ഈ അനുഗ്രഹം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ബ്ലെസ്സിങ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ നാം കാണുന്ന അക്ഷരാർത്ഥത്തിൽ പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ മനുഷ്യരായത് നമുക്ക് ചിന്തിക്കാം. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നാൽ, ആ സന്തോഷം എന്ന് പറയുന്നത്, നന്മ എന്ന് പറയുന്നത്, അതിന്റെ സ്രോതസ്, ഉദ്ഭവം യഹോവയിങ്കൽ നിന്ന് മാത്രമാണ്. അത് നമുക്ക് ഒന്നാമതായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ യഹോവയുടെ പേര് യാഹുവേ എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യഹോവയുടെ അനുഗ്രഹത്താൽ, യാഹുവേ എന്നുള്ളൊരു വാക്ക്, അതിന്റെ അർത്ഥം ഈസ് എ കവനന്റ് കീപ്പിംഗ് ഗോഡ്. വാഗ്ദത്തങ്ങൾ നിലനിർത്തുന്ന അല്ലെങ്കിൽ അത് നിർവഹിക്കുന്ന ഒരു ദൈവം, യഹോവ. അതാണ് യാഹുവേ എന്ന വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതിനോട് ചേർന്ന്, രണ്ടും കൂടെ ചേർത്ത് നാം ചിന്തിച്ചാൽ എന്താ മനസ്സിലാകുന്നത്? ഈ അനുഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള അനുഗ്രഹത്തിന്റെ സ്രോതസ് ഒരു ദൈവമാണ്, യഹോവയാണ്. മാത്രമല്ല വാഗ്ദത്തങ്ങൾ കീപ്പ് ചെയ്യുന്ന, അത് നിവൃത്തിയാക്കുന്ന ഒരു യഹോവയാണ് ഈ ദൈവം. ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? വചനം നാം പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ അനേക വാഗ്ദത്തങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനെക്കുറിച്ച് അനേക സന്ദേശങ്ങൾ നാം ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ വാഗ്ദത്തങ്ങൾ നമുക്ക് ഓർമ്മയുള്ളതും അല്ലെങ്കിൽ പിന്നീട് നമുക്ക് വായിക്കാവുന്ന കാര്യങ്ങളാണ്. ആ വാഗ്ദത്തങ്ങൾ എല്ലാം എവിടെ നിന്നാണ് സ്രോതസ്? യഹോവയെങ്കിൽ നിന്നാണ് അത് ഉദ്ഭവിക്കുന്നത്. അതുകൊണ്ട് ഓരോ വാഗ്ദത്വവും അത് കർത്താവ് നിവർത്തിക്കുന്ന ഒരു വസ്തുതയാണ്. അതാണ് ഈ രണ്ട് വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ബ്ലെസ്സിങ് ഈസ് ഫ്രം ദ ലോർഡ് ആൻഡ് ഹി ഈസ് എ കവനന്റ് കീപ്പിംഗ് ലോർഡ്. ദൈവം വാഗ്ദത്തങ്ങൾ പറയുക, എഴുതി വെക്കുക മാത്രമല്ല, അത് നിവർത്തിയാക്കുന്ന ദൈവം കൂടിയാണ്. അതാണ് ഈ രണ്ട് വാക്യങ്ങളിലൂടെ യഹോവയും അനുഗ്രഹവും നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വീണ്ടും നാം വായിക്കുന്ന ആ ഒരു വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന മറ്റൊരു വാക്ക് ഈസ് ടു മേക്ക് റിച്ച്. സമ്പത്തുണ്ടാകുക. പെട്ടെന്ന് വായിക്കുമ്പോൾ ഈ സമ്പത്ത് നമുക്ക് ഒരു അർത്ഥമേ മനസ്സിൽ വരത്തുള്ളൂ, പണം അല്ലെങ്കിൽ ലോകപരമായിട്ടുള്ള മെറ്റീരിയൽ ബ്ലെസ്സിങ്. ആ രീതിയിലുള്ള അനുഗ്രഹമേ നമ്മുടെ മനസ്സിൽ മനുഷ്യരായതുകൊണ്ട് പെട്ടെന്ന് വരത്തുള്ളൂ. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു വാക്ക്, ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, ടാസിർ എന്നുള്ളൊരു വാക്കാണ്. പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്ന് അറിയത്തില്ല, എന്നാൽ അങ്ങനെ ഒരു വാക്കാണ് എബ്രായ ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ടു എൻറിച്ച്. അത് നമ്മെ സമ്പത്തുള്ളവർ ആക്കുന്നു. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, അത് ഈ ലോകപരമായിട്ടുള്ള ലോകത്തിന്റെ പണമോ സമ്പത്തോ മാത്രമല്ല, മറിച്ച് ആത്മീകമായിട്ടുള്ള സമ്പത്തും, സ്പിരിച്വൽ ബ്ലെസ്സിങ് ആൻഡ് റിച്ച്നെസ് ഓൾസോ. അപ്പൊ ഈ ഒരു വാക്കിനകത്ത് അടങ്ങിയിരിക്കുന്നത് മണി മാത്രമല്ല, പണം മാത്രമല്ല, ലോകത്തിന്റെ അനുഗ്രഹങ്ങൾ മാത്രമല്ല, നാം കാണുന്ന ഈ നമ്മുടെ ഈ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് മാത്രമല്ല, അതെല്ലാം ഉണ്ട്. അതിനോടൊപ്പം അതിലും പ്രാധാന്യമായിട്ടുള്ളത് ഈസ് എ സ്പിരിച്വൽ റിലേഷണൽ ബ്ലെസ്സിങ്. ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ പറ്റുന്നു. ഈ സ്രോതസ് നാം നേരത്തെ ചിന്തിച്ചതുപോലെ ഈ അനുഗ്രഹത്തിന്റെ സ്രോതസ്സായിരിക്കുന്ന, ഉദ്ഭവമായിരിക്കുന്ന ദൈവത്തോട് നമുക്ക് ബന്ധം സ്ഥാപിക്കുവാനും നിലനിർത്തുവാനും സാധിക്കുന്നു. അതാണ് ഇവിടെ എൻറിച്ച്മെന്റ്, ടു മേക്ക് റിച്ച് എന്ന് ആ ഒരു വാക്കിലൂടെ, ആ ഫ്രേസിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. യഹോവയുടെ അനുഗ്രഹത്താൽ നമുക്ക് സമ്പത്ത് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് മെറ്റീരിയൽ ബ്ലെസ്സിങ് മാത്രമല്ല, ആത്മീകമായിട്ടുള്ള സമ്പത്തും നമുക്ക് ഉണ്ടാകുന്നു. ആ ഒരു വാക്യം ഒന്ന് ഇൻട്രൊഡക്ടറി ആയിട്ട് പറഞ്ഞ് മുമ്പോട്ട് പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ രണ്ടാം ഭാഗമാണ് ഞാൻ ഈ ഒരു അല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഹി ആഡ്സ് നോ സോറോ ടു ഇറ്റ്. അപ്പോ ദൈവമാണ് അനുഗ്രഹത്തിന്റെ സ്രോതസ്. ദൈവത്തിൽ നിന്നാണ്, യഹോവയെങ്കിൽ നിന്നാണ് അത് ഉദ്ഭവിക്കുന്നത്. യഹോവ അത് നമുക്ക് ആത്മീക നന്മകളും ഈ ലോകപരമായ നന്മകളും നൽകുന്നു, അത് നിലനിൽക്കുന്നു. അത്രയും നമുക്ക് മനസ്സിലായി. രണ്ടാം ഭാഗത്ത് പറയുന്നു, ഹി ആഡ്സ് നോ സോറോ ടു ഇറ്റ്. കർത്താവ് അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹത്തിൽ ഒരിക്കലും കർത്താവ് തിന്മയോ ദുഃഖമോ ചേർക്കുകയില്ല. ഹി വിൽ നെവർ ആഡ് സോറോ, പെയിൻ ആൻഡ് ഈവിൾ ഓൺ ടു ഹിസ് ബ്ലെസ്സിങ്സ്. ഒരിക്കലും ദൈവം അങ്ങനെ ചെയ്യുകയില്ല. അതാണ് നാം അല്പമായിട്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. ഹിസ് ബ്ലെസ്സിങ്സ് ഈസ് ഓൺലി ഹാപ്പിനെസ് ആൻഡ് ബ്ലെസ്സിങ്. കർത്താവിന്റെ അനുഗ്രഹം
എപ്പോഴും അതിൽ തന്നെ അനുഗ്രഹവും സന്തോഷവും മാത്രമാണ്. അതിൽ കർത്താവ് ഒരിക്കലും ഒരു തിന്മയോ ദുഃഖമോ വേദനയോ ചേർക്കുകയില്ല എന്നാണ് ഇവിടെ നാം ഈ വാക്യങ്ങൾ, ഈ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. There is no sorrow or pain to his blessing. It is absence of sorrow and absence of pain. അതെങ്ങനെയാണ് സാധിക്കുന്നത്? അത് നാം അല്പമായിട്ട് ചിന്തിക്കണം. ഒരു ഉദാഹരണം മാത്രം എടുത്ത് നാം ആ കാര്യങ്ങൾ ചിന്തിക്കുവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് ഈ ലോകത്തിൽ അനുഗ്രഹങ്ങൾ നാം പ്രാപിക്കാൻ ആഗ്രഹമുള്ളവരാണ്, അനുഗ്രഹം നാം പ്രാപിക്കുന്നവരാണ്. ദൈവവചനത്തിൽ അനേക വാഗ്ദാനങ്ങൾ അനുഗ്രഹത്തെക്കുറിച്ചും അനേക കാര്യങ്ങൾ നാം വായിക്കുന്നു. എന്നാൽ നമുക്ക് ഇവിടെ ഒരു വേർവ്യത്യാസം ചെയ്യുവാൻ സാധിക്കും. എന്താണ് ഈ വാക്യത്തിലൂടെ? എല്ലാ അനുഗ്രഹവും, നാം വിശ്വസിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്ന നന്മ എന്ന് നാം ചിന്തിക്കുന്നത് ദൈവത്തിങ്കൽ നിന്നാവണമെന്നില്ല. Every blessing which so-called blessings which we think is for us, നമുക്ക് വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു നന്മ, അത് ലോകപരമായ നന്മകളാണ് കൂടുതലും നാം അങ്ങനെ ചിന്തിക്കുന്നത്. നമുക്ക് പണം ഉണ്ടാവുന്നത്, നമുക്ക് ഏതെങ്കിലും ഒരു ഭവനം നാം ചമയ്ക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു നന്മ ഉണ്ടാവുന്നത്, ഇത് എല്ലാം നാം ഒറ്റ വാക്കിൽ പറഞ്ഞു പോകുന്നത് ദൈവത്തിങ്കൽ നിന്നുള്ള അനുഗ്രഹമാണെന്നുള്ളത്. എന്നാൽ നാം വളരെ ശക്തമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്: ദൈവത്തിന്റെ അനുഗ്രഹത്തോട് ഒരിക്കലും തിന്മയോ വേദനയോ കഷ്ടമോ ദൈവം ചേർക്കുകയില്ല. അതിന്റെ അർത്ഥം എന്തുവാ? റിവേഴ്സ് സൈഡ് എന്തുവാണ്? നമ്മുടെ നന്മയിൽ ഏതെങ്കിലും രീതിയിൽ ദൈവത്തിന്റെ ഹിതമല്ലാത്ത, അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനം ഇല്ലാത്ത, ദൈവത്തിന്റെ ഹിതത്തിന് വിപരീതമായിട്ടുള്ള തിന്മയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിലൂടെ ഏതെങ്കിലും കഷ്ടം ഉളവാകുന്നുണ്ടെങ്കിൽ, നാം ഒന്നുകൂടെ ചിന്തിക്കേണ്ട ആവശ്യമാണ്, ആ നന്മ ദൈവത്തിങ്കൽ നിന്നാണോ എന്നുള്ളത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. All blessings which we see or which we feel as blessings may not be from God. നാം ചിന്തിക്കുകയും അനുഭവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങളും ആ രീതിയിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ആവണമെന്നില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു നന്മ ഉണ്ടായാൽ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലായിക്കോട്ടെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലായിക്കോട്ടെ, സഭയിലായിക്കോട്ടെ, ഞാൻ ചിന്തിക്കുന്നത് അത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന്. ലോകപരമായിട്ടായിരിക്കും പ്രത്യേകിച്ച് നാം ചിന്തിക്കുന്നത്. ഒരു പ്രത്യേക ഒരു സാധനം വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉന്നതി നമുക്ക് ഉണ്ടായി, അത് ദൈവത്തിങ്കൽ നിന്നാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ ഈ കാര്യം നാം വായിക്കണം, ഇത് ഉറപ്പിക്കണം. എന്താണ്? അതിനോട് there should be no sorrow and no pain. ദൈവം അനുഗ്രഹിച്ചാൽ, നമുക്കറിയാം ഈ ശലോമോൻ ഈ വാക്യങ്ങൾ എഴുതുമ്പോൾ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ജ്ഞാനിയായിരിക്കുന്ന, ജ്ഞാനികളിൽ ഏറ്റവും ജ്ഞാനിയായിരിക്കുന്ന ഒരു വ്യക്തിയാണ്, മനുഷ്യനാണ് ഈ സോളമൻ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ജ്ഞാനം, വിസ്ഡം ഉള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഇവിടെ ദൈവാത്മാവിൽ രേഖപ്പെടുത്തുകയാണ്, അതിനോട് ദൈവം ദുഃഖം ഒരിക്കലും ചേർക്കുകയില്ല, തിന്മ ഒരിക്കലും ചേർക്കുകയില്ല. എന്താണ് ഈ ദുഃഖവും തിന്മയും? നാം മനസ്സിലാക്കേണ്ടത്, ദൈവഹിതമല്ലാത്ത രീതിയിലാണ് ആ നന്മ ഉണ്ടായതെങ്കിൽ, if that blessing is against God's word or purpose, then it may not be a blessing from God. ദൈവം തന്ന അനുഗ്രഹം അതാവണമെന്നില്ല. അതൊന്ന് നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു ഉദാഹരണം മാത്രം നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് എടുക്കാവുന്നതാണ്. എങ്ങനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്? ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് ആദ്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ജെനസിസ് ചാപ്റ്റർ 26 വേഴ്സസ് 12 to 14 പ്രാരംഭമായിട്ട് നമുക്കൊന്ന് വായിക്കാം. മലയാളത്തിൽ ആരെങ്കിലും വായിച്ച് ഒന്ന് സഹായിക്കണമേ. എന്നാൽ അവന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് പിതാവിന്റെ ദാസന്മാർ മതി. 12 മുതൽ 14 വരെ വാക്യങ്ങൾ നാം വളരെ പരിചയമുള്ള ഭാഗമാണ്. ഇസഹാക്കിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം, ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ് ഇൻ ദ ലൈഫ് ഓഫ് ഐസക്, അതാണ് നാം വായിക്കുന്നത്. ഈ അനുഗ്രഹം ഇസഹാക്കിന് ലഭിക്കുമ്പോൾ ഇതിന്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യമാവും, ഇത് അനുഗ്രഹം മാത്രമാണ്. ഗോഡ് ഈസ് ഓൺലി ബ്ലെസ്സിങ് ഐസക്, മറ്റൊന്നും അതിനോട് ചേർക്കുന്നില്ല. ആ ഒരു നന്മ ഉണ്ടാകുമ്പോൾ, ആ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ തികച്ചും ദൈവത്തിങ്കൽ നിന്ന് വരുന്നു.
അത് അനുഭവിക്കുമ്പോൾ തനിക്ക് യാതൊരു ദുഃഖമോ പ്രയാസമോ വേദനകളോ മുമ്പോട്ട് ഉണ്ടാകുന്നില്ല. മറ്റു ചില സ്ഥലങ്ങളിൽ നമുക്ക് എടുക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് ആ ഉദാഹരണങ്ങളിലേക്ക് നാം പോകുന്നില്ല. ചില അനുഗ്രഹങ്ങൾ നാം മനസ്സിലാക്കുന്നത് പിന്നീട് അവര് കൈവശമാക്കിയത് വെട്ടിപ്പിടിച്ചതൊക്കെയും പിന്നീട് നഷ്ടപ്പെടുന്ന അവസ്ഥകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അനേക ഉദാഹരണങ്ങൾ വചനത്തിൽ തന്നെ ഉണ്ട്. എന്നാൽ ഇവിടെ ഇസഹാക്കിന്റെ ഉദാഹരണത്തിൽ ദൈവം അനുഗ്രഹിക്കുന്നു, സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്നു, ആ അനുഗ്രഹം നിലനിൽക്കുന്നു, അതിനോട് യാതൊരു വേദനയോ കഷ്ടപ്പാടോ വീണ്ടും ചിന്തിക്കേണ്ട ഒരു അവസ്ഥയോ അവിടെ ഉണ്ടാകുന്നില്ല. എന്നാൽ അതിന്റെ 22-ാം വാക്യം നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. 22-ാം വാക്യം കൂടെ വായിക്കാം. 26-ാം അധ്യായം 22-ാം വാക്യം. ആ ആ മതി. അവിടെ 2-ാം ഭാഗത്ത് വായിക്കുന്നു, യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് റഹോബോത്ത് എന്ന് പേരിട്ടു. He named Rehoboth with the intention, for now the Lord hath made room for us. Lord hath made room for us. റഹോബോത്ത് എന്ന വാക്കിന്റെ അർത്ഥമാണ് കർത്താവാണ് നമുക്ക് വേണ്ടി ഇടമുണ്ടാക്കിയത്. അല്ലെങ്കിൽ നാം നേരത്തെ ചിന്തിച്ചതുപോലെ കർത്താവാണ് ആ അനുഗ്രഹത്തിന് വഴി തുറന്നത്. Lord has made room for us. അവിടെ ഇസഹാക്കിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വിഷയമാണ് നാം വായിച്ചത്. എന്നാൽ ആ വാക്യം നാം വായിക്കുമ്പോൾ, ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ, at last the Lord has made room for us. നമ്മുടെ ജീവിതത്തോട് ഇന്ന് നമുക്ക് ചോദിക്കേണ്ട വിഷയം ഇതാണ്. അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ട്. യഹോവയുടെ അനുഗ്രഹം തന്നെ നാം പ്രാപിക്കുവാൻ ആഗ്രഹമുള്ളവരാണ് ദൈവവിശ്വാസികളായതുകൊണ്ട്, ദൈവത്തെ പിൻപറ്റുന്നവർ ആയതുകൊണ്ട്. എന്നാൽ ആ അനുഗ്രഹത്തിന്റെ സ്രോതസ് യഹോവയാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ അത് യഹോവയെങ്കിൽ നിന്നും വരണം. അത് മാത്രമല്ല, അത് നിലനിൽക്കുന്ന, അതിലോട് ദൈവം ദുഃഖം ചേർക്കാത്ത അവസ്ഥയിലുള്ള അനുഗ്രഹം ആയിരിക്കുന്നു. ഇവിടെ നാം വായിക്കുന്നത്, അവിടെ യഹോവ നമുക്ക് ഇടം ഉണ്ടാക്കി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, പലപ്പോഴും നമുക്ക് വേണ്ടി ഇടം നാം തന്നെയാണ് ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സംടൈംസ് വി ട്രൈ ടു മേക്ക് റൂം ഫോർ അവർസെൽസ്. നാം ചില സാഹചര്യങ്ങളിൽ വ്യക്തിപരമായിട്ട് നമ്മുടെ മാനസികമായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ച് നാം ചില കാര്യങ്ങൾ നേടുവാനും ചില കാര്യങ്ങൾ ചെയ്യുവാനും ശ്രമിക്കും. എന്നാൽ ദൈവവചനം നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്, God will make room for us. യഹോവയാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവൾ നമുക്ക് വേണ്ടി ഇടം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താണ് അതിന് 2-ാം ഭാഗം വായിക്കുന്നത്, അവൻ അതിന് റഹോബോത്ത് എന്ന് പേരിടുമ്പോൾ അവിടെ വർധന ഉണ്ടാവുന്നു. അവൻ ആ ദേശത്ത് വർദ്ധിച്ചു വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. When God makes room for us, there is fruit, there is blessing. ദൈവം നമുക്ക് വേണ്ടി ഇടമുണ്ടാക്കുമ്പോൾ അതിലൂടെയാണ് വർധന ഉണ്ടാവുന്നത്, അതിലൂടെയാണ് അനുഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാവുന്നത്. ആ അനുഗ്രഹത്തിന് ഒരിക്കലും ദുഃഖം ചേർക്കുന്നില്ല. കർത്താവ് ഒരിക്കലും തിന്മ അതിനോട് ചേർക്കുന്നില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നം ഇതാണ്, ഈ റഹോബോത്തിന്റെ അവസ്ഥ നമുക്കില്ല. വി ഡോണ്ട് ഹാവ് ദിസ് എക്സ്പീരിയൻസ് ഓഫ് റഹോബോത്ത് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ റഹോബോത്തിന്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഇടമുണ്ടാക്കുവാൻ നാം അനുവദിക്കണം. എന്റെ വ്യക്തിപരമായ ജീവിതത്തിലായിക്കോട്ടെ, എന്റെ കുടുംബത്തിലായിക്കോട്ടെ, എന്റെ സഭയിലായിക്കോട്ടെ, ഞാൻ ദൈവത്തിന് പണിയുവാനും ദൈവത്തിന് ഇടമുണ്ടാക്കുവാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം. അതിലൂടെയാണ് എനിക്ക് വർധന ഉണ്ടാവുന്നത്. ഇസഹാക്കിന്റെ ജീവിതത്തിൽ നാം അത്തരത്തിലുള്ള അനുഗ്രഹമാണ് വായിക്കുന്നത്, അത് മനസ്സിലാക്കുന്നത്. നാം സദൃശവാക്യങ്ങളിൽ വായിച്ചതുപോലെ 10-ാം അധ്യായം 22-ാം വാക്യം, when God blesses us, when God makes our fruit to grow, അത് സംഭവിക്കുമ്പോൾ ഒരിക്കലും അതിനകത്ത് പെയിൻ അല്ലെങ്കിൽ സോറോ കർത്താവ് ചേർക്കുന്നില്ല. ദുഃഖമോ തിന്മയോ വിഷമമോ കർത്താവ് ചേർക്കുന്നില്ല. എത്രയോ സമയങ്ങളിൽ, നിമിഷങ്ങളിൽ നമ്മളോട് തന്നെ ചോദിക്കാം, നാം ചില കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നു, ചില കാര്യങ്ങൾ നല്ലത് എന്ന് വെച്ച് നാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെന്ന് നാം വിശ്വസിക്കുന്നു. എന്നാൽ ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിലൂടെ നാം കടന്നു പോകുമ്പോഴും അത് കഴിഞ്ഞപ്പോഴും നമുക്കൊരു സന്തോഷം അതിലൂടെ ഉണ്ടാവുന്നില്ല. നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ സമാധാനം അതിലൂടെ ലഭിക്കുന്നില്ല. അനുഗ്രഹം ലഭിച്ചു എന്ന് ഒരു ചെറിയ ചിന്ത ഉണ്ടെങ്കിലും അവിടെ ഒരു ദുഃഖം നിലനിൽക്കുന്നു.
ഒരു ശുശ്രൂഷ കഴിഞ്ഞെങ്കിലും പിന്നെയും നമുക്ക് എന്തൊക്കെയോ ബാക്കിയുണ്ടെന്ന് ഉള്ള തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവുന്നു. അങ്ങനത്തെ അവസ്ഥ വരുമ്പോഴാണ് യഹോവയുടെ അനുഗ്രഹത്തിന് കുറവുണ്ട്, അല്ലെങ്കിൽ യഹോവയിൽ നിന്നല്ല ആ അനുഗ്രഹം എന്ന് നാം ചിന്തിക്കുന്നത്. രഹോബോത്തിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഗോഡ് മേക്സ് റൂം ഫോർ അസ്. നാം ഇന്ന് ചെയ്യേണ്ടിയ വിഷയം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ നോക്കി യഹോവ ഇടമുണ്ടാക്കാൻ നമ്മളെ തന്നെ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. ലെറ്റ് ഗോഡ് മേക്ക് റൂം ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിൽ കർത്താവ് ഒരു ഇടമുണ്ടാകട്ടെ, കർത്താവ് അതിനെ വർധനവ് കൊടുക്കട്ടെ. ലെറ്റ് ഗോഡ് ബ്ലെസ് that particular place, that particular deal, that particular activity in my life. എന്റെ ജീവിതത്തിലുള്ള ഓരോ വസ്തുതകളും കർത്താവ് ഇടമുണ്ടാക്കി, കർത്താവ് അതിന് അനുഗ്രഹം നൽകട്ടെ. നാം വായിച്ച വാക്യം എപ്പോഴും ഓർക്കുക, കർത്താവിൽ നിന്നാണ് അനുഗ്രഹങ്ങൾ ഉണ്ടാവുന്നത്. മറ്റാരിൽ നിന്നും ശരിയായ അർത്ഥത്തിൽ അനുഗ്രഹം നമുക്കുണ്ടാകുകയില്ല. മനുഷ്യരിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന അനുഗ്രഹങ്ങൾ അത് ശരിയായ അർത്ഥത്തിൽ അനുഗ്രഹമല്ല. ദൈവത്തിങ്കൽ നിന്ന്, യഹോവയിൽ നിന്ന് മാത്രമാണ് അനുഗ്രഹത്തിന്റെ സ്രോതസ്, ഉദ്ഭവം ആയിരിക്കുന്നത് യഹോവ മാത്രമാണ്. ആ അനുഗ്രഹം എത്തരത്തിലുള്ള അനുഗ്രഹമാണ്? അത് നിലനിൽക്കുന്ന അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തോട് കർത്താവ് ഒരിക്കലും തിന്മയോ വേദനയോ ദുഃഖമോ ചേർക്കുക. He'll never add this sorrow to it. മലയാളത്തിൽ നാം വായിച്ച തർജ്ജിമയും നാം ചിന്തിക്കുന്നത് നല്ല. അത് ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. 10-ാം അധ്യായം 22-ാം വാക്യം. അതിന് 2-ാം ഭാഗത്ത് മനുഷ്യന്റെ അധ്വാനം, അവിടെ എന്താ നാം വായിക്കുന്നത്? അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല. ആ ഒരു തർജ്ജിമയല്ല മറ്റ് ട്രാൻസ്ലേഷൻസിൽ എന്നെങ്കിലും അതും നമുക്ക് ചിന്തിക്കുവാൻ നല്ല ഒരു ഭാഗമാണ്. മനുഷ്യന്റെ അധ്വാനം കൊണ്ട് അതിനോടൊന്നും കൂടുന്നില്ല. പലപ്പോഴും നാം ചെയ്യുന്നത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ട് നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ അതിനോട് ചേർക്കുവാൻ നാം ശ്രമിക്കും. സംടൈംസ് വി ട്രൈ ടു ആഡ് സംതിങ് ഓഫ് our own. നമ്മുടെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അതിനോട് ചേർക്കുവാൻ ശ്രമിക്കുന്നവരാണ്. ആ ഒരു തർജ്ജിമയുടെ അർത്ഥത്തിൽ നാം ചിന്തിച്ചാൽ അത് എത്രയോ ഭോഷത്വമാണ്, എത്രയോ ഒരു ഫൂളിഷ് കാര്യമാണ് ദൈവസന്നിധിയിൽ. ദൈവവചനം പറയുന്നത്, ആ തർജ്ജിമയിൽ പറയുന്നത്, മനുഷ്യന്റെ അധ്വാനം കൊണ്ട് അതിലൂടെ ഒന്നും കൂടുന്നില്ല. നിങ്ങൾ എന്ത് വേണേ ചെയ്തോളൂ, ദൈവത്തിന്റെ അനുഗ്രഹം അതിൽ തന്നെ സമ്പൂർണമാണ്. The blessing of Lord is perfect and full and complete in itself. അതിൽ തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം സമ്പൂർണമാണ്. ഞാൻ അതിൽ എന്റെ അധ്വാനം കൊണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക, അവിടെ അധ്വാനവും എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നാം കഷ്ടപ്പെടുകയാണ്. വി ആർ വർക്കിംഗ് ഹാർഡ്, വി ആർ ഡൂയിങ് സംതിങ്. നാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊന്നും ഒരു പ്രയോജനവുമില്ല. അതിന്റെ അർത്ഥം എന്താണ്? മനുഷ്യൻ ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ എന്തെങ്കിലും ചേർക്കുവാൻ ശ്രമിച്ചാൽ ആ ചേർവ കൊണ്ട്, അങ്ങനെ ചെയ്തത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അധ്വാനം വേസ്റ്റായി പോവുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ ദൈവം അനുഗ്രഹിക്കുമ്പോൾ there is no sorrow. ഒരു കുറവുമില്ല, അവിടെ ഒരു തിന്മയുമില്ല, ഒരു നന്മയ്ക്കും കുറവില്ലാതെ, ഒരു വേദനയും ബാക്കി വെക്കാതെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹമാണ് കർത്താവ് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് ഒന്ന് ശോധന ചെയ്യേണ്ട വിഷയം ഇത്രമാത്രം: അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കട്ടെ. കർത്താവിനോട് നമുക്ക് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്താം. എന്നാൽ ആ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നമ്മെ തന്നെ കർത്താവിനെ സമ്പൂർണമായിട്ട് സമർപ്പിച്ചു കൊടുത്ത് നമ്മുടെ അധ്വാനം ഇല്ലാതാക്കാം. അതേസമയം വിഷമമോ അതിലൂടെ പ്രയാസമോ നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ചെറിയ വസ്തുത ആയിക്കോട്ടെ, നാം ചെറിയൊരു സാധനം വാങ്ങിച്ചതായിക്കോട്ടെ, ചെറിയ കാര്യം പറഞ്ഞതായിക്കോട്ടെ, അത് അനുഗ്രഹമാണെന്ന് നാം തിരഞ്ഞെടുക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ അതില് യാതൊരു വിഷമമോ തിന്മയോ അല്ലെങ്കിൽ ഒരു വേദനയോ അല്ലെങ്കിൽ സോറോയോ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക, was it a blessing from the Lord? Was it really a blessing from God? ഞാൻ ചിന്തിച്ചു അത് അനുഗ്രഹമാണെന്ന്, ഞാൻ ധരിച്ചു അതെന്റെ നന്മയ്ക്കായിട്ടാണെന്ന്, ഞാൻ അങ്ങനെ തന്നെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു. എന്നാൽ ശരിക്കും was it from the Lord? Was it God given? അത് സ്വർഗത്തിൽ നിന്ന് വന്ന അനുഗ്രഹമാണോ? സ്വർഗത്തിൽ നിന്ന് വന്ന അനുഗ്രഹം ഒരിക്കലും തിന്മയും കൊണ്ട് വരികയില്ല. ദൈവത്തിങ്കൽ നിന്ന് വരുന്ന അനുഗ്രഹം ഒരിക്കലും അതിലൂടെ വേദനയോ പ്രയാസമോ വിഷമോ ഉണ്ടാകുകയില്ല. അങ്ങനെ ഉണ്ടാവുന്ന അനുഗ്രഹങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ മാത്രമാണ് കർത്താവ് നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വരും ദിവസങ്ങളിൽ കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമുക്ക് കാംക്ഷിക്കാം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ഈ ലഭിക്കുന്ന കാര്യങ്ങൾ ശരിക്കും
അനുഗ്രഹമാണോ എന്ന് ഒന്ന് ചിന്തിക്കുക. എനിത്തിങ്, ഇറ്റ് കുഡ് ബി എനിത്തിങ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ക്രോസ് റോഡ് ആയിരിക്കാം, വഴിത്തിരിവായിരിക്കാം, അടുത്ത തീരുമാനമായിരിക്കാം. ദൈവത്തിങ്കിൽ നിന്നാണോ എന്ന് ഉറപ്പിക്കണമെങ്കിൽ അതിന്റെ ഒരു മാനദണ്ഡമാണ് നോ സോറോ. എന്റെ മനസ്സിൽ യാതൊരു വേദനയും ഉണ്ടാവത്തില്ല, യാതൊരു സംശയം ഉണ്ടാവത്തില്ല. പൂർണ്ണ ഉറപ്പായിരിക്കും ഇത് ദൈവിക അനുഗ്രഹമാണ്, ഇത് സ്വർഗത്തിൽ നിന്നാണ് ഉള്ള അനുഗ്രഹമാണ്. ഇസ്രായേൽ ജനത്തിന് മന്ന ലഭിച്ചപ്പോൾ, ആ ചെങ്കടൽ അവിടെ വിഭജനം സംഭവിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നുള്ളതാണെന്നതിൽ യാതൊരു സംശയവുമില്ല. There is no doubt that it is from heaven. ദൈവം ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഒക്കെയും ജീവിതത്തിൽ ചെയ്യുന്നത്. നമുക്ക് സംശയം ഉളവാകുന്നുണ്ടെങ്കിൽ, അനുഗ്രഹങ്ങളിൽ നമുക്ക് ചോദ്യങ്ങൾ ചെയ്യുവാൻ തോന്നുന്നുണ്ടെങ്കിൽ, മനസ്സിലൊരു വിഷമമുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക, വാസ് ഇറ്റ് റിയലി എ ഗോഡ്സ് ഡിസയർ? വാസ് ഇറ്റ് ഗോഡ്സ് ബ്ലെസ്സിങ്? എവറി ബ്ലെസ്സിങ് ഓഫ് ഗോഡ് ഈസ് ഹിസ് ഡിസയർ ടുവേർഡ്സ് us. ദൈവത്തിന്റെ ഓരോ അനുഗ്രഹവും എന്നെക്കുറിച്ചുള്ള, നമ്മെക്കുറിച്ചുള്ള കർത്താവിന്റെ ആഗ്രഹമാണ്. ആ കാര്യം ബോധ്യത്തോടെ മനസ്സിലാക്കി വരും ദിവസങ്ങളിൽ ആ ക്രിസ്തീയ ജീവിതം അനുഗ്രഹത്തോടെ, ദൈവത്തിങ്കിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ദൈവസന്നിധിയിൽ കർത്താവെ, വീണ്ടും ഒരു ആഴ്ചയുടെ 9-ാം ദിവസം കടന്നു വന്ന് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനും സ്തുതിക്കുവാനും കർത്താവ് ഇടയാക്കിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇത്രയും പ്രിയപ്പെട്ടവർക്ക് ദൈവസന്നിധിയിൽ ഇത്രയും നേരം കർത്താവെ കടന്നു വരുവാൻ, കർത്താവിനെ പാടി സ്തുതിക്കുവാൻ, സ്തോത്രഗീതങ്ങൾ പാടുവാൻ, ധ്യാനചിന്തകൾ കേൾക്കുവാൻ, കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാൻ ഒക്കെയും കർത്താവ് ഇടയാക്കിയല്ലോ. സ്തോത്രം കർത്താവെ. കർത്താവും സ്വർഗവും ഇന്ന് സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു. അതോർത്ത് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള അവസരം കർത്താവ് വീണ്ടും വീണ്ടും ഒരുക്കി തരുന്നു. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ കേട്ട കർത്താവെ സാക്ഷ്യങ്ങൾ, കർത്താവെ ഞങ്ങളുടെയൊക്കെയും വ്യക്തി ജീവിതങ്ങൾ, ഞങ്ങളുടെയൊക്കെ കുടുംബ ജീവിതങ്ങളെയൊക്കെ ഓർത്ത് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഏവരെയും ദൈവസന്നിധിയിൽ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. രോഗങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. എന്നാൽ ഞങ്ങൾ കേട്ടതുപോലെ അനുഗ്രഹിക്കുന്നത് കർത്താവാണ്. സ്വർഗത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ശരിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്, നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. അത് കർത്താവ് ഞങ്ങൾക്ക് നൽകുമ്പോൾ അതിനോട് ചേർക്കുവാൻ കർത്താവിന് ഒരു വേദനയുമില്ല. അതിലൂടെ കർത്താവ് യാതൊരു വിഷമവും പ്രയാസവും ചേർക്കാറില്ല. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. സഭയായിട്ട് ഞങ്ങൾ ദൈവസന്നിധിയിൽ താഴ്ത്തുന്നു. വിശേഷാൽ കർത്താവെ, വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്ന കുടുംബങ്ങളുണ്ട്, അവരെ ഞങ്ങൾ വിശേഷാൽ ഈ സമയത്ത് ഓർക്കുന്നു. വാഴപിട്ടത്തെ ആ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിരഹത്തിന്റെ ദുഃഖത്തിൽ അവരായിരിക്കുന്നു. വിശേഷാൽ ആശ്വാസവും സമാധാനവും കർത്താവ് ആ കുടുംബത്തിന് കൊടുക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്ന ഫ്യൂണറൽ സർവീസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹമായിട്ട് നടക്കുവാൻ കർത്താവ് ഇടയാക്കി തീർക്കണം. ഇനി ഞങ്ങൾ കാണും വരെയും കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ്വതും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന ക്രിസ്തു യേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ.